നമുക്ക് അവിടെ ഫ്രണ്ട്സുകളും താമസ സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുക്കുന്ന ഒരു ഗ്രൂപ്പാണത്. കോൺസർഫിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഹിന്ദി ആത്തെ തോട തോട ഫ്രം ഇന്ത്യ. ഇതിവിടെ സ്ഥിരമായിട്ടുള്ളത് കേട്ടോ. ഓ താങ്ക് യു. തുർക്കിയിൽ നിന്നും വന്നതാണ് അമീർ തിമൂർ. ഇത് സ്കാൻ ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനി ഇവിടേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മളിന്ന് കോൺസർഫിങ്ങിൻ്റെ 3 ഫ്രണ്ട്സുകളെ ഇന്ന് മീറ്റ് ചെയ്തു. മിസ്റ്റർ പറയൂ പേര്. നമീർ സൈറോ ഫ്രം ഫിലിപ്പീൻ ആട്ടോ. ഫിലിപ്പീൻ. ഇവിടെ ശാസ്ത്രി റോഡ് ഉണ്ട് കേട്ടോ. ശാസ്ത്രി റോഡ് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടുന്ന് മരിച്ചിരുന്നല്ലോ നമ്മളെ. അങ്ങനെ ഒരു വേൾഡ് കണക്ടിവിറ്റി സെക്യൂർ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് കോൺസർഫിങ്. മഹാത്മാഗാന്ധി സ്ട്രീറ്റ് വീടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാരാന്നറിയാം നമുക്ക്. ഹലോ. അപ്പം നമ്മളിന്ന് വൈകുന്നേരം ഒന്ന് ഇറങ്ങുകയാണ്. രാവിലെ പോയി മെട്രോയിലെല്ലാം കൂടി പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങി എണീറ്റ്. അപ്പോൾ തിരിച്ചിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, മാർക്കറ്റിലെ കാഴ്ചകൾ, രാത്രിയിലെ മാർക്കറ്റിലെ കാഴ്ചകൾ പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് എനിക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ്, നല്ല തണുപ്പുണ്ട്, ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. 10-15 മിനിറ്റ് നടക്കാനുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ എന്നുള്ള മെയിൻ മാർക്കറ്റുകളിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകാം. ഇവിടെ വന്നോടുമ്പോൾ തന്നെ ഒരു ബസ്സൊക്കെ കാത്തിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നിർത്തിയിട്ട് പോയതാണെന്ന് തോന്നുന്നു ഡ്രൈവർ. ഇത് നേരത്തെ നമ്മൾ വന്ന മെട്രോ അമീർ തിമൂർ മെട്രോ ആണ്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് പോയാലാണ് മാർക്കറ്റ് എത്തുന്നത്. വലിയ റോഡാണ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ മെട്രോ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക, കയറി വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യന് തടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇതാ ഗാർഡനിങ്, നല്ല ഗാർഡനും കാര്യങ്ങളുമാണ്. ഇവിടെ നൈറ്റ് ലൈഫൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ബൈക്ക ക്ലബ്ബ്, ഇതൊരു ക്ലബ്ബാണ്, ബൈ ബാബിയോണ. അപ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ അല്ലെന്നൊന്നും അറിയില്ല ക്ലബിങ്. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ശരിക്ക് നമ്മൾ തായ്ലൻഡോ ഹോങ്കോങ്ങോ ഒക്കെ പറയുന്നത് പോലെ ക്ലബിങ് കാര്യങ്ങൾ അതിലൊന്നും വലിയ സംഗതിയില്ല. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ്, ഇവിടുത്തെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ കണ്ണിൻ്റെ ഷോറൂം, ഇത് റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻറ്റുകൾ. രാത്രികളിൽ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടുത്തെ മെയിൻ. ഇവിടെ ശാസ്ത്രി റോഡ് ഉണ്ട് കേട്ടോ. ശാസ്ത്രി റോഡ് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടുന്ന് മരിച്ചിരുന്നല്ലോ നമ്മളെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ആ റോഡാണ് കേട്ടോ അത് കഴിഞ്ഞത്. നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് വരുന്നത് ആ റോഡാണ്. ശാസ്ത്രി റോഡ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി റോഡാണ്. ശാസ്ത്രി ഇവിടെ വെച്ച് മരിച്ചതായതുകൊണ്ട് അവിടെ ശാസ്ത്രീൻ്റെ ഓർമ്മക്കുള്ളൊരു നെയിം ഇട്ടതാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയില്ല. ഇവിടുത്തെ കാര്യപ്പെട്ട ഹൈവേ ആണ്. അണ്ടർപാസ് കൂടിയാണ് പോകുന്നത്. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അണ്ടർപാസ് കൂടിയാണ് അവിടേക്ക് പോകുന്നത്. വലിയ ഹൈവേ ആണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈവേ. എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ഹൈവേ ആണ് താഷ്കന്റ്. നല്ല വൃത്തിയുള്ള വഴി, ആളൊഴിഞ്ഞ് കിടക്കുന്നത്, ഫാമിലിക്കൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഈ സ്ട്രീറ്റിൻ്റെ പേര് മഹാത്മാഗാന്ധി സ്ട്രീറ്റ് എന്നാണ്. മഹാത്മാഗാന്ധി സ്ട്രീറ്റ്. പക്ഷേ ഇവിടെ എഴുതിയത് മഹാത്മ എന്നാണ്. സ്പെല്ലിങ് കണ്ടില്ലേ, അതുവരെ സ്പെല്ലിങ്ങൾ എങ്ങനെ വരിക. വലിയൊരു പാർക്കാണ് ഇവിടെ മഹാത്മാഗാന്ധി സ്ട്രീറ്റിൻ്റെ സൈഡിൽ. ഫാമിലിയൊക്കെ വരുന്ന ഫുഡും സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ പാർക്ക്. ഇവിടെ നൈറ്റ് ലൈഫിൽ, ഫാമിലീൻ്റെ നൈറ്റ് ലൈഫിലുള്ള ഒരു സ്ഥലം. വലിയ പാർക്കാണ്, നല്ല അടിപൊളി പാർക്കാണ്. ഇവിടെ എന്തോ ഒരു കൾച്ചറൽ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റാമസോൺ ഹയാത്തി മബ്രൂക്ക് ലിസൺ. ബോർഡൊന്നും മനസ്സിലാവുന്നില്ല ശരി. ഇതൊക്കെ താഴോട്ടൊക്കെ പാർക്ക് തന്നെ, വലിയൊരു പാർക്കാണ്. ഇതൊക്കെ ഫുള്ള് പരിപാടികളാണ്, പ്രോഗ്രാം, ഫാമിലി സ്ഥലങ്ങൾ. പാർക്കിലൊരു സ്ട്രീറ്റാണ്.
ഇത് സ്റ്റേജിലേക്കുള്ള പ്രോഗ്രാമിന് നമ്മൾ ഇതിലൂടെയാണ് പോവുക. ഇതിവിടെ സ്ഥിരമായിട്ടുള്ളത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഗെയിമും പാർക്കിൻ്റെ എല്ലാം സ്റ്റേജ് കൾച്ചറൽ പ്രോഗ്രാം എല്ലാ സംഗതികളും. ലിക്കർ ഷോപ്പാണ്. ഇതുപോലത്തെ ഷോപ്പുകൾ നിറച്ചുണ്ട് ഇവിടെ. ഇവിടെ ഈ ട്രാക്കുകളൊക്കെ തന്നെ നമ്മൾ ഇപ്പം നടക്കുന്ന ഈ ട്രാക്കുകളൊക്കെ തന്നെ സിന്തറ്റിക് ആട്ടോ, സിന്തറ്റിക് ട്രാക്കാണ്. അപ്പോൾ ഈ നടക്കാൻ നല്ല സുഖമാണ് അതുകൊണ്ട്. കുട്ടികൾ ഈ സൈക്കിളും സ്പോർട്സും ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് നടക്കാനും എല്ലാത്തിനും സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് കബാബ് അല്ലാതെ വിച്ച് യു സെഡ് ദിസ് സാൻഡ്വിച്ച് റൈറ്റ്? ഇവിടെ ഷവർമൻ്റെ രണ്ടിതുണ്ട്, ചിക്കനും. ചെറിയൊരു ഷോപ്പാണ്. ഷോപ്പിൽ ഇതേമാതിരി കൗണ്ടർ ഉള്ളിൽ ഷവർമ നമ്മൾ പുറത്തുള്ള പോലെ ഉള്ളിലൊരു സൗകര്യം ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം. ഇത് റേറ്റ് ഇത് പല സ്ഥലങ്ങളിലും ഇതുണ്ടാവും. ഈ സാധനം റേറ്റ് കുറയും നമ്മൾ വേറെ സ്ഥലത്തിനേക്കാളും. അതായത് നമുക്കൊരു 150 റുപ്യ 200 റുപ്യൊക്കെ വരും ഒരു വലിയ സാൻഡ്വിച്ചിന്. ഇത് അതിൽ കാണിക്കുന്നത് ഇതേപോലെയുള്ള. ഞാനിതിപ്പോൾ ഒരു പാർസൽ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ 3000 സോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 170-175 ഇത് വരുള്ളൂ. അത്രയും വലിയ റൊട്ടിയിലാണ് സാധനം ഉണ്ടാക്കി തരുന്നത്. അത്രയും വലിയ റൊട്ടിയിലാണ് സാധനം വരുന്നത്. കഴിഞ്ഞ രാത്രി നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ മാർക്കറ്റ് ക്ലോസ് ആയി പോയതുകൊണ്ട് അത് പോയി കാണാൻ സാധിച്ചില്ല. അത് നമുക്ക് മറ്റൊരു ദിവസം പോകാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വേൾഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അതിൽ 8 വർഷമായിട്ട് മെമ്പറുമാണ്. ഇന്ന് ഇവിടെയുള്ള അതിലെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്യാണ് ഈ ഹോട്ടൽ. അപ്പോൾ നമ്മളെ ലഗേജ് ഒന്ന് ഇവിടെ സ്റ്റോർ ചെയ്യാണ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്, ലോക്കൽ ട്രിപ്പ്. അപ്പോൾ ട്രിപ്പിൽ ബാഗുമായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട്, നമ്മൾ ഈ ലഗേജുമായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ലഗേജിനെ നമ്മൾ ഇവിടെ വെക്കുകയാണ്. ഇവിടെ വെച്ച് ഇവിടെ സ്റ്റോറിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഈവനിങ്ങിൽ വന്നിട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ വേറെ റൂം എടുക്കുന്നതായിരിക്കും. ഇന്ന് പോകുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ പോകുന്നതുകൊണ്ട് ചെറിയ ബാഗുമായിട്ടാണ് പോകുന്നത്. എൻ്റെ ഈ ചെറിയ ബാഗ് മറ്റു ട്രാവൽ ബാഗുമായിട്ട് മാത്രം നമ്മളിന്ന് പോകുന്നതായിരിക്കും. ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളാണ്. നമ്മൾ ലഗേജ് വെക്കുമ്പോൾ ഇവിടെ ലഗേജ് വെച്ച് റെസിപ്റ്റൊക്കെ തരും നമുക്ക്. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൽ പോയിട്ട് നമ്മളവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് അതിന് ശേഷം അവർ റെസീറ്റ് എന്നാൽ ഈ റെസീറ്റ് കാണിച്ചിട്ട് വേണം നമ്മൾ വാങ്ങുന്നത്. അത്രയും സെക്യൂറാണ് ഈ ഹോട്ടലിൽ നമ്മളെ ലഗേജ് സൂക്ഷിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ വെച്ചോളാൻ മാത്രം മതി. നമ്പർ ലോക്കൊക്കെ ഉണ്ട്. ഇതാണ് ആ ഏരിയ. ഇവിടെ ഒരു വെക്കും ലഗേജ്, എന്നിട്ട് ഇവർ ഇവിടുന്ന് ഒരു റെസീറ്റൊക്കെ തരുന്നു. അപ്പോൾ നമ്മൾ റൂം നമ്പറൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുക. ഇവിടെ എല്ലാവരും വെച്ചിട്ട് പോകുന്നതാണ്. യുവർ ഗുഡ് നെയിം? मेरा नाम इल्हम. हाँ बिल्होम. ओके. यो मेरा नाम हिंदी आते? थोड़ा. Sir, from India? या फ्रॉम इंडिया. मोहम्मद इकबाल. ആൾക്ക് ഹിന്ദിയൊക്കെ അറിയാം. नाम क्या है എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. आपको हिंदी पूरा आते? फिल्म देखते? Yes. हिंदी फिल्म देखते? ठीक sir. शाहरुख खान? Shahrukh Khan, yes sir. हाँ ओके. हिंदी अच्छा है? Thora. Very good. Very good. This is my channel. Sir, Indian people is very good people, very friendly people. I respect Indian people. Oh, thank you. Dhanyawad. ധന്യവാദ്. This is for you, sir. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റെസീറ്റ് തന്നിട്ടുണ്ട്. ഈ റെസീറ്റ് വെച്ചിട്ട് നമ്മൾ പിന്നെ വന്ന് കളക്ട് ചെയ്താൽ മതി. താങ്ക് യു വെരി മച്ച് ബ്രദർ. Thank you, sir. Dhanyawad. അപ്പോൾ നമ്മൾ ഈ ബ്രദറുമായിട്ട് നമ്മൾ ചെറിയൊരു ഇൻ്റർവ്യൂ നടത്താൻ ഉസ്ബെക്കിസ്ഥാനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. Hello. Yeah. My name is Ilham. I work in Hotel Uzbekistan. So we know the Indian people. They're very friendly people. So we know and our Uzbek people also watching Indian cinemas. So Indian people is very popular this year. We respect. And what about the Uzbekistan tourist, India tourist coming? Yes, sir. In Uzbekistan, a lot of tourists coming here. Maybe big groups coming here. Now, they're visiting the Samarkand, Bukhara, Tashkent cities. Yeah, all cities. Yes. And now little free now visa.
Yes. Tourism Tourism development. is growing. A lot of Indian customers, tourists coming here. Okay, all over world coming. Yes, you're People right. want to come Uzbekistan or not? They're coming. A lot of Indian lot people? of Indian people, local Indian people, sir. Yeah, this Uzbekistan hotel. Okay. This brother here. Okay. Take Thank care. you. Thank Okay, you. welcome. Thank you. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാവിലെ 10 മണിയായി. 10 മണിക്കാണ് മീറ്റിംഗ് പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ യാത്രേൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോങ് സർഫിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വേൾഡിലെ ഒരു ക്ലബ്ബുണ്ട്. അത് നമ്മൾ ഒരു ആപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേൾഡിൽ എവിടെ പോയാലും നമുക്ക് അവിടെ ഫ്രണ്ട്സുകളും താമസ സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുക്കുന്ന ഒരു ഗ്രൂപ്പാണത്. കോങ് സർഫിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലുള്ള കുറേ ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ അവരോടൊപ്പം ഒരു സിറ്റി ടൂർ പ്ലാൻ ചെയ്തിട്ട് ഞാനും ഒരുമിച്ചിട്ട് നമ്മൾ പല സ്ഥലങ്ങളും കാണാൻ പോവുകയാണ്. അവരെ പരിചയപ്പെടുകയും ചെയ്യാം. നമുക്ക് ഒരു സ്പെഷ്യൽ ത്രില്ലിംഗ് ഇതാണ്. നിങ്ങൾക്കും ഈ കോങ് സർഫിംഗ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൽ മെമ്പർ ആവാൻ പറ്റും. നാട്ടിൽ ഈ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളെയും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു വേൾഡ് കണക്ടിവിറ്റി സെക്യൂർ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് കോങ് സർഫിംഗ്. അപ്പോൾ അത് എവിടെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ആരൊക്കെ ഉണ്ട് അവിടെ എന്നുള്ളത് നമുക്കതിൽ കാണിക്കും. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ലോഗ്യം പറയാം. താല്പര്യമുള്ളവർ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യേ, അവർ താമസ സൗകര്യം ഫ്രീ ആയിട്ട് തരുകയെ, അങ്ങനെ പല ബന്ധങ്ങളും കഴിയും. അപ്പോൾ നിങ്ങൾക്കും ഈ ആപ്പ് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര കോങ് സർഫിംഗ് ഗ്രൂപ്പ് ഫ്രണ്ട്സുകളുടെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ തന്നെ ഇവിടെ ഓരോരോ ഗ്രൂപ്പായിട്ട് ഇറങ്ങിയിട്ട് വരുന്നത്. ഈ ബസ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഈ ഹോട്ടൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ രാജാവിൻ്റെ ഹോട്ടലാണ്. രാജാവല്ല, ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ. അപ്പം അതുമായിട്ടനുബന്ധിച്ചിട്ട് ടൂറിസത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്റും ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ടൂറിസ്റ്റ് നമ്മളിപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ ഹോട്ടൽ എടുക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പോയി ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത് പോലെ അല്ലാതെ അവിടുന്ന് ഒറ്റപ്പെട്ട് സിറ്റിയൊന്നും അല്ലാത്ത ഭാഗങ്ങളിൽ പോയി നിന്നിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഈ ഹോട്ടൽ തന്നെ എടുക്കുന്നതാണ്. ഈ ഹോട്ടൽ നല്ല ഹോട്ടലുമാണ്, നല്ല സർവീസുമാണ്. നമ്മൾ ഇതുവരെ ഇവിടുത്തെ സബ്വേ യൂസ് ചെയ്തില്ലല്ലോ. സബ്വേയിൽ ആൾക്കാരൊന്നുമില്ല നടക്കാൻ, ആൾക്കാരൊക്കെ കാറിലാണ്. അപ്പോൾ ഞാൻ ഈ അമീർ തിമൂർ സ്ക്വയറാണ്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റിലേക്ക് ഇവിടെ ഈ റോഡുമെന്ന് കടക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് സബ്വേയിൽ കൂടി ഒന്ന് പോയി നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. സബ്വേയിൽ ഈ സൈഡിലും ആ ഓപ്പോസിറ്റിലേക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് സബ്വേ ഉള്ളത്. ഇവിടെ എല്ലാ സ്ഥലത്തേക്കും ആ ഭാഗത്തേക്കുണ്ട്. ഈ സ്ക്വയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സബ്വേ. ആൾക്കാരില്ല എന്നുള്ളൂ, വലിയ സബ്വേ ആണ്. അപ്പോൾ നമ്മളൊന്ന് ഇതിലേ പോയി നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വലിയ റോഡുകൾക്കൊക്കെ അതാണ് ഞാൻ ഇന്നലെ പറയുന്നത്, സ്ട്രക്ചറുകൾ ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന രീതിയും ആൾക്കാർ കുറവുള്ളതും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ ഇവിടുത്തെ പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ അമീർ തിമൂർ സ്ക്വയറിലേക്കാണ് ഇപ്പോൾ കയറിയത്. അമീർ തിമൂർ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? താഷ്കൻഡിൻ്റെ ഹാർട്ടിലാണുള്ളത്. ഈ അമീർ തിമൂർ സ്ക്വയറിൻ്റെ നേരെ കണ്ടില്ലേ, ഓപ്പോസിറ്റിലാണ് നമ്മൾ താമസിച്ച ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ഗാർഡനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ രാവിലെയും രാത്രികളിലൊക്കെ ഇവിടെ ഒന്ന് ഇതിലൂടെ നടന്ന് ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു സ്ക്വയറാണ്. അമീർ തിമൂർ അറിയാലോ, ഇവിടുത്തെ നമ്മളെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലെ ഇവരെന്നും ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ മറ്റൊരു ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്ന ഭരണാധികാരിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ അമീർ തിമൂറിന്. ഈ സ്ക്വയറിന് സിറ്റീൻ്റെ പല ഭാഗത്തേക്ക് നമുക്ക് തിരിയാൻ പറ്റും. അതായത് നമ്മളെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ പറയുന്നത് പോലെ ചെറുതാണെങ്കിലും അതേപോലെ തന്നെയുള്ള ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ മരങ്ങൾ, ഫ്രൂട്ട്സുകൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള നല്ല വിശാലമായ വൃത്തിയുള്ള സംവിധാനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ് മൂപ്പരാൾ.
തുർക്കിയിൽ നിന്നും വന്നതാണ് അമീർ തിമൂർ. മംഗോളിയയിൽ നിന്നും വന്നത് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ്റെ ഹിസ്റ്ററി പറയാമെന്നല്ലാതെ ഇവരിവിടെ ഇവിടെ സ്റ്റാച്യുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അമീർ തിമൂറാണ് ഇവരെ മെയിൻ ആൾ. സ്റ്റാച്യു കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിൽ ആ കാണുന്ന ഗവൺമെൻറ് ഇതാണ്, ഓഫീസുകളാണ്. ഇതാ നമ്മളെ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ എല്ലാ ഇതുണ്ട്. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ചുകൂടി നമ്മൾ പറയില്ല ആഢ്യത്തായിട്ട് എന്നുള്ളവർ ഗോൾഡിങ് ഉള്ള നെയിം. ഇത് ഫുള്ള് സ്റ്റോണിലാണ് ഈ സ്റ്റാച്യു ഉള്ളത്. സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള സ്റ്റോണിനെ കട്ട് ചെയ്തിട്ട് വെച്ച സ്റ്റാച്യു ആണ്. അടിപൊളിയാണ്. പിന്നെ ഇത് ഗ്രാനൈറ്റാണ്. നമ്മളെ അറിയാലോ, കണ്ടാൽ അറിയാലോ, ഗ്രാനൈറ്റാണ്. അപ്പോൾ അമീർ തിമൂർ സ്ക്വയറാണ്. അതിൻ്റെ ഇത് കണ്ടല്ലോ നിങ്ങൾ, സ്റ്റാച്യു ഉണ്ടല്ലോ, ഈ സ്റ്റാച്യു തന്നെയാണ്. അതിൻ്റെ നേരെ നിന്ന് ഫോട്ടോ എടുക്കുക ഒക്കെയാണ്. ഭയങ്കര പടയാളിയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര സ്നേഹവും ഈ കൾച്ചർ, ഇവർക്കുള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൾച്ചർ ഇപ്പോൾ പോലും പിന്തുടരുന്ന രീതിൻ്റെ ആളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അമീർ തിമൂറിൻ്റെ പാരമ്പര്യവും ചെങ്കിസ് ഖാൻ്റെ പാരമ്പര്യവും ആണ് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും. അപ്പോൾ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ആയതുകൊണ്ട് ചെറിയൊരു മംഗോളിയൻ ടച്ചും, അമീർ തിമൂർ തുർക്കിക്കാരനായതുകൊണ്ട് ചെറിയൊരു പേർഷ്യൻ ടച്ചും ഉള്ള ജനങ്ങളാണ്. ആ പാരമ്പര്യത്തിലുള്ള ജനങ്ങൾ, ആ ഷേപ്പിൽ വരുന്ന രണ്ടും കൂടി മിക്സ് ചെയ്തുള്ള ഷേപ്പിൽ വരുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇതിനോട് ചേർന്നിട്ട് രാത്രിയിൽ ഉള്ള ഇപ്പോഴും ഉണ്ട് ഓപ്പണിങ് പെപ്സിൻ്റെ. ഇവിടെ പെപ്സിയാണ് ഫുള്ള് പ്രൊമോട്ട് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പെപ്സിയാണ്. അവിടെ ഒരു ഓഫീസാണ് തോന്നുന്നു, പോയി നോക്കാം. നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എവിടെ നിന്നും കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ അത് വെയിലുള്ളത് കൊണ്ട് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. വീഡിയോ എടുത്ത് വരുമ്പോൾ ഒരു രസം തന്നെ കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിനോട് ചേർന്ന് നമ്മളെ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനും കാണുന്നുണ്ട്, അപ്പുറം പ്രസിഡൻറ്റിൻ്റെ ഓഫീസും കാണുന്നുണ്ട്. അമീർ തിമൂർ ഉസ്ബെക്കിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ്, രാഷ്ട്രനായകൻ, കൾച്ചറൽ ലീഡർ, എല്ലാം ഇന്നും ഉസ്ബെക്കിസ്ഥാനികൾ സ്നേഹിക്കുന്ന ഭരണാധികാരി, മുൻ ഭരണാധികാരി. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പേര് പോലും ഈ അമീർ തിമൂറിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. ഈ അമീർ തിമൂറിൻ്റെ കാലഘട്ടത്തിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ പോയി കണ്ടതൊക്കെ. ചെങ്കിസ് ഖാന് ശേഷം വന്നതാണ്. പക്ഷേ അമീർ തിമൂർ വന്നതോടുകൂടി ഫുള്ള് കൾച്ചർ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പോലീസുണ്ട്. അതും ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മെഷീൻ ഗണ്ണും കാര്യങ്ങളും ഒക്കെ ഉള്ള. ഏത് സാധാരണ ഒരു പോലീസുകാരൻ എവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് മെഷീൻ ഗണ്ണുമായിട്ടാണ്. എല്ലാ സ്ക്വയറിൻ്റെ 6 ഭാഗത്തേക്ക് റോഡുകൾ പോകുന്നതാണ് സ്ക്വയറിൻ്റെ കേട്ടോ. എല്ലാം നല്ല റിച്ച് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ. ബസ്സൊക്കെ കണ്ടെങ്കിൽ ബസ് ഈ ഡബിൾ ബസ്സേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഫുള്ള് ഡബിളാണ് ബസ്. അതിലൊന്നും ആൾക്കാരൊക്കെ കുറവാണ്. പക്ഷെ ലോക്കൽ ബസ് മൊത്തം ഡബിൾ ഇലക്ട്രിക്കൽ. പക്ഷേ ഇലക്ട്രിക്കലാണ് അധികം. പ്രധാനപ്പെട്ട സ്ട്രീറ്റുകളാട്ടോ. റോഡിലൊന്നും ഒരാൾക്കാരെയും കാണാൻ കഴിയില്ല. പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ്. വർക്കിംഗ് ടൈമാണ്. കാറുകളിങ്ങനെ കുറച്ച് വരും എന്നല്ലാതെ സിറ്റി ഒരിക്കലും റഷല്ല. ഒരു രീതിയിലും സിറ്റിക്ക് റഷില്ല. കുറച്ച് ടൂറിസ്റ്റുകളെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കാണാം. കുറച്ച് ടൂറിസ്റ്റുകൾ അവിടെയും ഇവിടെയൊക്കെ കാണാമെന്നല്ലാതെ മറ്റൊരു രീതിയിലും നമുക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ഓരോ സ്ട്രീറ്റിനും കോച്ചാസി എന്നാട്ടോ പറയുക. കോച്ചാസി, ആ സ്ട്രീറ്റിൻ്റെ പേര് ഇപ്പം ഇന്നലെ ലാൽ ബഹാദൂർ ശാസ്ത്രിനാണ് ശാസ്ത്രി കോച്ചാസി, ഗാന്ധി കോച്ചാസി, അങ്ങനെ കൊശാസി എന്നാണ് നമ്മൾ ഓരോ സ്ട്രീറ്റിൻ്റെ പേരിനും വരെ ഉസ്ബെക്കിസ്ഥാൻ വേർഡ് കേട്ടോ, ഉസ്ബെക്കിസ്ഥാൻ ഭാഷയിൽ. ഇവിടുത്തെ ഒരു ട്രാഫിക് സിസ്റ്റമാണ്. ഇതിലൊക്കെ വാഹനം പോവാം. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി. നേരെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാണ് സിഗ്നൽ. ഇലക്ട്രിക് വാക്കിംഗ് സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണിത്. ഇത് വാടകയ്ക്ക് കിട്ടും.
ഇത് ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്കെടുത്ത് സ്കാൻ ചെയ്ത് പോവാം. Brother, this cycle can rent? Cycle? How much? That cycle. This one. Only scanning. Okay. ഇത് സ്കാൻ ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ. വൈറെൻ്റ് എന്ന് പറഞ്ഞത് അതങ്ങൾ നോക്കിക്കോളി. വൈറെൻ്റ് BI റെൻറ്റ്. ഇത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രാക്കിലൂടെ പോകാം. അപ്പോൾ ഈ ട്രാക്കിൻ്റെത് ഞാൻ നല്ല പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഈ ട്രാക്ക് സിന്തറ്റിക് ട്രാക്കാണ് ഈ സൈഡ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, ഐ എം ഓക്കെ. അപ്പോൾ 3 കിലോമീറ്ററോളം നടന്നു. വെയിലൊന്നും അങ്ങനെ കൊള്ളുന്നില്ല, ഈ മരങ്ങളുള്ളതുകൊണ്ട്. നല്ല വഴി, നടക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ. വൃത്തിയുണ്ട്, വഴിയുണ്ട്, ഈ സിന്തറ്റിക് ട്രാക്കും ഉണ്ട്. പിന്നെ ഇനി ഇവിടേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറയാനുള്ള, പ്രത്യേകിച്ച് ദുബായിൽ നിന്നൊക്കെ മിഡിൽ ഈസ്റ്റിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അവിടുന്ന് ഓഫറും അവിടെ എന്താ പറയുക ടൂറ് പാക്കേജൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൾക്കാർ എൻ്റെ സജഷൻ ഈ അമീർ തിമൂർ സ്ക്വയറില്ലേ അവിടെ എടുക്കുന്നതായിരിക്കും നന്നാവുക. അവിടെ നിന്നാണ് നമ്മൾക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് എവിടേക്ക് വേണമെങ്കിലും എന്തിലേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ അമീർ തിമൂർ സ്ക്വയർ. അവിടെ ബാക്കിയുള്ളൊരു ഭാഗമാണ് നമ്മൾ പല ഭാഗത്തേക്ക് ഉണ്ടാവും പലതും, പക്ഷെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ദൂരം കൂടുതലും കാര്യം ഉണ്ടാവും. ഇത് ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് ഒരുവിധം താഷ്കെൻഡിൻ്റെ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സെൻട്രൈസ് ചെയ്തിട്ട് ചെയ്യാം. വേറൊരു കമ്പനിയാണ് തോന്നുന്നത്, യോട്ടോ. കണ്ടോ, ഇത് യോട്ടോ എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ. മറ്റൊരു BI റെൻറ്റ്. ഇത് നമ്മൾ സൈക്കിളുകൾ ഉണ്ടാവാറുണ്ടല്ലോ നമ്മളെ എവിടെ, നമ്മൾ ചൈനയിലും തായ്ലൻഡ് അങ്ങനത്തെ ഈ ടൈപ്പ് സൈക്കിളാണ് ഇവർ കൊടുക്കുന്നത്. മറ്റേ നമ്മളെ സാധാ ടൈപ്പ് സൈക്കിൾ എല്ലാം റെൻറ്റിനുണ്ട്. Head southwest on Shari Subs Kochasi toward Afroshiob Kochasi. മിങ് ഓറിക് സബ്വേ ഒക്കെ ഇവർക്ക് വലിയ സംഭവമാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ വലിയ ഉപയോഗം കേട്ടോ, നടന്നു പോകുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. ഇത് മെട്രോന്ന് വരുന്ന വഴിയാണ്. ഈ ഡോറുകൾ കണ്ടില്ല നിങ്ങൾ, ഈ ഡോറുകൾ ഇങ്ങനത്തെ ഡോറുകൾ സ്റ്റീലിൻ്റെ ഡോറാണ്. ഇതിങ്ങനെ ആടി കളിക്കും ഓപ്പണായിട്ട്. ഇത് മെട്രോ കേട്ടോ, മെട്രോന്ന് വരുന്ന വഴികളാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ മെട്രോൻ്റെ ടിക്കറ്റിൻ്റെ സ്റ്റേഷനാണ് ഇത്. അതിനോട് ചേർന്നിട്ടുള്ള നമ്മളെ സബ്വേ ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സബ്വേയിലാണ്, മെട്രോയിലല്ല. മെട്രോ ഇന്നലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തല്ലോ, അതിൽ കൂടുതൽ ചെയ്യാനില്ല. പ്രത്യേകിച്ച് നമുക്കിവിടെ പോകേണ്ട സ്ഥലങ്ങൾ എന്താ പറയുക, നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാനുള്ള സ്ഥലം മെട്രോയിൽ വളരെ കുറവാണ്. നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇവർ പേഴ്സണലി പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എത്തേണ്ട വഴി എത്തി. നമുക്ക് ഇതേപോലത്തെ വഴികളിൽ ഇഷ്ടം പോലെ ATM കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇവർ കഴിയുന്നത്ര ഈ ബാങ്ക് കാർഡും സിസ്റ്റം തന്നെയാണ് ഇവർ. ക്യാഷ് ജനറലി ചെറിയ ഷോപ്പ് പോലും കുറവാണ്. എല്ലാവരുടെ അടുത്തും ബാങ്കും ശരിയാണ്. ആ ഒരു ഡെവലപ്പ് ഭയങ്കര ഡെവലപ്പാണ്. ഡിജിറ്റൽ കറൻസിയിലാണ് ഇവരെ ട്രാൻസാക്ഷൻസ്. അത് ഏത് രീതിയിലാണ് അങ്ങനെ ആയതെന്ന് അറിയില്ല. വലിയ കറൻസി ആയതുകൊണ്ടാവാം ചിലപ്പോൾ. കൊറിയയായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ. കൊറിയൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ, കൊറിയക്കാർ ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ അത് സൗത്ത് കൊറിയക്കാരില്ലാന്ന് തോന്നുന്നു, നമ്മൾ നോർത്ത് കൊറിയ ആണുള്ളതെന്ന് തോന്നുന്നു. അല്ല, നോർത്ത് കൊറിയക്കാരില്ല, സൗത്ത് കൊറിയക്കാരേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ കൊറിയൻ്റെ കുറേ ആൾക്കാരെയും സ്ഥാപനവും കണ്ടു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം ഇവിടെ സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത്, അന്ന് കൊറിയയിൽ കമ്മ്യൂണിസം ഉള്ള സമയത്ത് ഓരോന്നില്ല, അന്ന് ഇവിടുത്തെ കുറേ ആൾക്കാർ അവിടുത്തെ ആൾക്കാർ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ സമയത്തുള്ള. അപ്പോൾ ആ ഒരു ടച്ചിൽ കൊറിയ ഇപ്പോൾ ഡെവലപ്പായപ്പം, സൗത്ത് കൊറിയ ഡെവലപ്പായപ്പം ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കുറേ അവിടെ പോകുന്നുണ്ട്. ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊറിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ എയർവേസ് സെയിൽസ് എന്നാണ്, അതതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് അത്. അതിന് അവർ വെച്ച ബോർഡാണ്. നമുക്ക് അത്രയും മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഹോങ്കോങ്ങിലും ചൈനയിലും നാട്ടിലൊക്കെ ജീവിച്ച് തയങ്ങിയോണ്ട് നമുക്കെല്ലാത്തിനും തിരക്കായിരിക്കുമല്ലോ. ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത്.
ഇവരൊക്കെ നടന്നിട്ട് വാഹനം. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ഇവർ വെരി സ്ലോ ആണ്. കുറേ പാർക്കുകളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് മൊബൈലും ഇൻ്റർനെറ്റും നല്ല ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവിടെ കുത്തിരുന്ന് അങ്ങനെ ചാറ്റിങ്ങും നടത്തി കുത്തിരിക്കുക. അങ്ങനെ കുറേ ലേസി എന്നല്ല, ഇവിടുത്തെ ഒരു സ്റ്റൈലാണത്. നമുക്ക് ലേസി എന്ന് പറയാൻ പറ്റില്ല, ഓരോ രാജ്യത്തിനും ഓരോ രീതികളാണല്ലോ. അപ്പോൾ ഇവരെ ലൈഫ് സ്റ്റൈലിൽ ഇവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്, റിലാക്സ് ആയിട്ട്, വലിയ ജബർദസ്തൊന്നുമില്ല, കിട്ടുന്നത് വെച്ചിട്ടുള്ള ഇത് ഷാർപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഭാഷയും വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ലോകങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ഉസ്ബെക്കിസ്ഥാനികളെ കാണാത്തത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി ഉള്ളൂ. പക്ഷെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇതുപോലെ ബിൽഡിങ്ങുള്ള സ്ഥലമൊക്കെ നല്ല വെയിലുണ്ട്. വെയിൽ കൊണ്ട് ഞാൻ കറക്കുക എന്തോന്നായിട്ടുണ്ട്. എന്തായാലും ചെറിയ തോതിൽ വിയർപ്പൊക്കെ വരുന്നുണ്ട് വെയിലായതുകൊണ്ട്. പിന്നെ ലോകത്തിൽ ഏറ്റവും പ്രയത്നിക്കുന്ന, കഠിനമായിട്ട് പ്രയത്നിക്കുന്ന വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാരാന്നറിയാം നമുക്ക്? നമ്മൾ പറയും നമ്മൾ കേരളക്കാരാണ്, ഇന്ത്യക്കാരാന്നൊക്കെ. ശരിക്കും ചൈനക്കാരാണ്. ചൈനക്കാരൊരു സംഗതി ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം അവർക്ക്. അല്ലാതെ അവർക്ക് ഒരു റെസ്റ്റ് ഇല്ല. അവരെന്ത് കാര്യവും സ്പീഡായിരിക്കും. അവർ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് അവർ ഉറക്കുകയും ഭക്ഷണം ചെയ്യും, യാത്ര ചെയ്യും, എന്ത് റിസ്ക് എടുക്കും. അപ്പോൾ ചൈനക്കാർ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ പറയാം. അതൊക്കെ ശരി തന്നെയാണ്. ചൈനക്കാർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ഈ മലബാർ ഭാഗത്തുള്ള ആൾക്കാർ എവിടെ എത്താത്തത് ലോകത്തിൽ? ഒക്കെ പരിശ്രമത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും റിസൾട്ടാണ്. എന്തും സഹിച്ചും ത്യജിച്ചും ആണ് ഒരു മലയാളി, നമ്മുടെ നാട്ടിൽ മലയാളികളൊക്കെ എന്തും നേടിയിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മളെ മലയാളികൾ എടുക്കുന്ന സാക്രിഫൈസും കഷ്ടപ്പാട്, അതിനോടൊപ്പം റിസ്ക് എല്ലാം എടുത്തിട്ടാണ് ഇന്ന് മലയാളികൾ ഈ സ്ഥാനത്ത് എത്തിയത്. അതല്ലാതെ കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടല്ല, ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയിട്ടല്ല നമ്മളാൾക്കാരൊക്കെ വിജയിച്ചത്. പരിശ്രമം ഒന്ന് മാത്രം. ഞാനെപ്പോഴും ശ്രമിക്കാറ് അങ്ങനെയാണ്, നടക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എപ്പോഴും ഹാർഡ് വർക്കും നമ്മൾ ഈ നടത്തവും നമ്മളെന്താക്കും, എനർജി കൂട്ടുകയും ചെയ്യും. നമ്മൾ കഷ്ടപ്പെടാനുള്ള മനസ്സ് നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഈ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സുഖം ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ നടന്ന് വേർത്ത് കുളിച്ച് അതേപോലെ എന്തെങ്കിലും റിസ്ക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് അത് നേടി നിൽക്കുമ്പം കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖത്തിൻ്റെ പേരാണ് വേദന സുഖം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെ നാട്ടിലെ ആൾക്കാർ, നമ്മളെ നാട്ടിലെ സാഹചര്യം കൊണ്ട് എല്ലാവരും പരീക്ഷിച്ച് വിജയിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാനത് ഈ നടത്തത്തിൽ അത് ആലോചിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രം. നമ്മളെ നാഷണൽ തൊപ്പി കണ്ടില്ല? ഇവിടുത്തെ ആ കളറും ആ ഡിസൈനുമാണ് ഇവിടുത്തെ നാഷണൽ തൊപ്പി. അത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇവരിടുന്നുണ്ട്. ഈ വലിയ റോഡ് ക്രോസ് ചെയ്യണം. കണ്ടില്ല നിങ്ങൾ? ഭയങ്കര ട്രാക്കുള്ള 5 ട്രാക്ക് ഉണ്ട് ഒരു സൈഡ്. രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ക്രോസിങ്. ഹോങ്കോങ്ങിലൊക്കെ ഒന്ന് കഴിഞ്ഞ് നടുക്ക് വന്ന് നിന്നിട്ട് പിന്നെ അടുത്തത് വരിക ചെയ്യുക. അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളെ സുഹൃത്തുക്കളെ അടുത്തേക്ക് വന്നതാണ്. അവർ താമസിക്കുന്നത് ബ്ലെസ്സിങ് ഹോസ്റ്റലാണ്. ഇവിടെ ഒരു SV ഹോട്ടലുണ്ട്. ചാർജ് എത്ര എന്നൊന്നും അറിയില്ല. ബ്ലെസ്സിങ് ഹോസ്റ്റൽ. അപ്പോൾ ചാർജ് കുറവായിരിക്കും. ചിലപ്പോൾ ഞാനിന്ന് ഇങ്ങോട്ടേക്ക് മാറും നല്ല സ്ഥലമാണെങ്കിൽ. പക്ഷെ ഇത് ഒരുപാട് ദൂരമുണ്ട്. നമ്മളെ ആ മെയിൻ സിറ്റീൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടില്ല. ഇവിടുന്ന് പോകാൻ ഞാൻ നടത്തക്കാരനായതുകൊണ്ടേ ഈ ടാക്സീൻ്റെ സിസ്റ്റമൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും ബ്ലെസ്സിങ് ഹോസ്റ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ 2 സുഹൃത്തുക്കൾ ദുബായിൽ നിന്ന് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാൻ. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കോൺസർഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിലൂടെ ഉണ്ടാവുന്നതാണ്. അതിൽ കുറേ മലയാളികളും എല്ലാ രാജ്യക്കാരുണ്ട്. അപ്പോൾ അതിൽ അവർ ദുബായിൽ നിന്ന് കേട്ടോ ഇവിടേക്ക് എത്തിയതാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വന്ന് ഇന്ന് കാണാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവരെ പ്ലാൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മളെ പ്ലാൻ ഇന്ന് ചെയ്യാം. ഓക്കെ. ഹോട്ടലും ഹോസ്റ്റലൊക്കെ ഉള്ള സ്ഥലത്ത് ഹോട്ടൽ ഇത് അവിടെ ഒരു ഹോസ്റ്റൽ കാണുന്നുണ്ട്. ഹോസ്റ്റലിൻ്റെ പേര് ഹോസ്റ്റൽ ഇല്ലീവ ഇൻ. ഹോസ്റ്റൽ ഇല്ലീവ ഇൻ. അപ്പോൾ ഇവിടുത്തെ റേറ്റൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ബ്ലെസ്സിങ് ഹോസ്റ്റലിൽ ഒന്ന് പോയി നോക്കുക അവിടെ എന്താണ് സ്ഥിതി എന്നുള്ള. അവരെ കണ്ടിട്ട് നമുക്ക് ഒരു ഐഡിയ ഇടാം. ഇതാ ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ ഇത്. ഇവിടെ സുലൈമാനോ കിച്ചിക് മറോബോത്ത് കൊച്ചാസി കണ്ടില്ല? കൊച്ചാസി
ഇത് സുലൈമാനോവ് സ്ട്രീറ്റാ, കൊച്ചാസിയ. ഈ സുലൈമാനോവ് കൊച്ചാസിയിലാണ് ഇവർ ഈ സ്ഥലം പറഞ്ഞത്. ബോർഡുണ്ടോയെന്ന് നോക്കാം നമുക്ക്. ചില ഹോസ്റ്റലിന് ബോർഡൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തായാലും ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ റോട്ടിലാണ് സംഗതി ഉള്ളത്. ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ നിൽക്കാനൊക്കെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ നമ്മൾ ഇവിടെ ഒറ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ ദൂരം നടന്നൊക്കെ പോകണം. നോക്കട്ടെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ. അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, പന്തൂര ഗസ്റ്റ് ഹൗസ്, മമൂര ഗസ്റ്റ് ഹൗസ് അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ പേര് വ്യത്യാസമുണ്ടോ? ഒന്ന് നോക്കാം, കയറി ചോദിച്ചു നോക്കട്ടെ. ഹായ്, അപ്പോൾ നമ്മളിന്ന് കൗണ്ട് സർഫിങ്ങിൻ്റെ 3 ഫ്രണ്ട്സുകളെ ഇന്ന് മീറ്റ് ചെയ്തു. ഇതാ മിസ്റ്റർ, പറയൂ പേര്. നമീർ, സൈറോ ഫ്രം ഫിലിപ്പീനാട്ടോ, ഫിലിപ്പീൻ. പക്ഷെ ഇവരൊക്കെ അബുദാബിന്നും പെരുന്നാളിന് ഒളിച്ചോടിയ ആൾക്കാരാട്ടോ. ലീവ് കിട്ടിയ 3 ദിവസം ഒളിച്ചോടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതുപോലെ ലിങ്കുകൾ ഉണ്ടാവും. ഓരോ സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവരിപ്പം ഒന്ന് കസാഖിസ്ഥാനിലേക്കൊന്ന് ബോർഡർ കടന്ന് പോരാൻ പോകാം. തിരിച്ച് നാളെ മറ്റന്നാളോ ഇവിടെ എത്തും. വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ശരിക്കുള്ള. ഇദ്ദേഹം 2 ദിവസം 2 days റൈറ്റ്? 2 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പം ആളെ കൂടി കൂട്ടിയിട്ട് ഇവനെ ഇങ്ങോട്ട് ഓടുന്നത്. വണ്ടി വന്നിട്ടുണ്ട്, ടാക്സി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ ഇവരെ കസാഖിസ്ഥാനിലെ ബസ്സിൽ ഞാനും പോകുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് യാത്രയിൽ എക്സ്പ്ലോർ ചെയ്ത് തരും.